നമസ്കാരം. 2025 ഏപ്രിൽ മാസം തന്നെ മാരുതി സുസുക്കിയുടെ ചെയർമാനായ RC ഭാർഗവ അദ്ദേഹം പറയുകയുണ്ടായി, മാരുതി സുസുക്കിയുടെ ലൈനപ്പിൽ വരുന്ന വാഹനങ്ങൾ അതിപ്പോൾ അറീന ഷോറൂം വഴി വരുന്ന വാഹനങ്ങളാണെങ്കിൽ പോലും, അതല്ല നെക്സ എന്ന് പറയുന്ന പ്രീമിയം ഔട്ട്ലെറ്റ് വഴി വരുന്ന വാഹനങ്ങളാണെങ്കിൽ പോലും അവിടെ എല്ലാ വാഹനങ്ങൾക്കും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായി ലഭിക്കും എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ 6 എയർ ബാഗിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ നോംസ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. നമുക്കറിയാവുന്നൊരു കാര്യവുമാണ്. മാരുതി സുസുക്കിയുടെ ബലീനോയ്ക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി കഴിഞ്ഞു. ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അറീന ഷോറൂം വഴി വരുന്ന വാഹനങ്ങളൊക്കെ മിക്കവാറും എല്ലാം ഇപ്പോൾ 6 എയർ ബാഗ് ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ 6 എയർ ബാഗ് ആക്കാനുള്ളത് എർട്ടിഗയും അതുമാത്രമല്ല എക്സ്പ്രസോ XL6 ഇങ്ങനെയുള്ള വാഹനങ്ങളാണ്. XL6 വരുന്നത് നെക്സ ഷോറൂം വഴിയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഫ്രോങ്സ് ഉണ്ട്, ഇഗ്നിസ് ഉണ്ട്. ഈ വാഹനങ്ങൾക്കൊക്കെ ഇനി 6 എയർ ബാഗ് ആക്കും. ഇപ്പോൾ മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാച്ച് ബാഗ് വാഹനമായ ബലീനോയ്ക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ടോപ്പ് എൻഡ് ട്രിം ആയിട്ടുള്ള ആൽഫയും സീറ്റ എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് ആൽഫ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് വേരിയൻറ്റിന് മാത്രമായിരുന്നു 6 എയർ ബാഗ്. ഇനി അങ്ങോട്ട് ഏറ്റവും ലോവർ വേരിയൻ്റ് ആയിട്ടുള്ള സിഗ്മ, ഡെൽറ്റ ഇങ്ങനെയുള്ള വേരിയൻറ്റിലെല്ലാം 6 എയർ ബാഗ് ലഭിക്കും. അതായത് മാരുതി സുസുക്കിയുടെ ബലീനോയ്ക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി. ഇതൊരു ഹിൻഡ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ടൊയോട്ടയുടെ ഗ്ലാൻസ ഇതിൻ്റെ ഒരു റീബാഡ്ജ്ഡ് വേർഷനാണ്. മാരുതി സുസുക്കി ബലീനോയുടെ ഒരു റീബാഡ്ജ്ഡ് വേർഷൻ വാഹനമാണ്. അതിന് ടൊയോട്ട 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റി എന്നുള്ളതാണ്. നമ്മളിനി പ്രതീക്ഷിക്കുന്നത് ഇനി വരാൻ പോകുന്നൊരു വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ, ഈ 6 എയർ ബാഗ് കാറ്റഗറിയിലേക്ക് വരാൻ പോകുന്നൊരു വാഹനം എർട്ടിഗ ആയിരിക്കും. കാരണം എർട്ടിഗയുടെ ഒരു പ്രൈസ് 1.5% ഹൈക്ക് വരും എന്ന് ഓൾറെഡി കമ്പനി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ 6 എയർ ബാഗിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള മാരുതി സുസുക്കി ബലീനോയ്ക്ക് ഏകദേശം 0.5% പ്രൈസ് ഹൈക്ക് മാത്രമാണ് വരാൻ പോകുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിലും റോഡ് ടാക്സ് ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് കൂടും. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും കസ്റ്റമേഴ്സിന് നല്ല രീതിക്കുള്ളൊരു പ്രൈസ് ഹൈക്ക് വരും, അത് തീർച്ചയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കലി യാതൊരുവിധ ചേഞ്ചും ഇല്ല. അത് മാത്രമല്ല എഞ്ചിനിലാണെങ്കിലും പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും ഒരു ചേഞ്ചും ഇല്ല. ആകെയുള്ളൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് 6 എയർ ബാഗ് മാരുതി സുസുക്കിയുടെ ബലീനോ എന്ന് പറയുന്ന ഒരു വാഹനത്തിന് സ്റ്റാൻഡേർഡ് ആക്കി എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടോയ്ക്കും വാഗണാറിനും സെലേരിയോ, ഈക്കോ ഇങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ 6 എയർ ബാഗ് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ സ്റ്റാൻഡേർഡ് ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇഗ്നിസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇഗ്നിസിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം ഒരു ഗ്ലോബൽ വാഹനമാണ്. ഏകദേശം ഒരു 9ഓളം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മികച്ചൊരു വാഹനം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഭാവി എന്താണെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ ബലീനോയുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 6,70,000 മുതൽ 9,92,000 വരെയാണ്. അപ്പോൾ 6 എയർ ബാഗും കൂടെ വരുമ്പോഴത്തേക്കും 0.05% ഒരു പ്രൈസ് ഹൈക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഹെൽപ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല വ്ളോഗ്സ് കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.